വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ, ഖത്തർ. അധ്യായം 351. ജീവിതം മനോഹരമാക്കുന്ന കാര്യങ്ങൾ. ജീവിതം ഒരു യാത്രയാണ്. സ്വപ്നങ്ങൾ തേടിയുള്ള യാത്ര. സ്വപ്നങ്ങളുടെ കൂടാരവുമായി മോഹങ്ങളുടെ പായ്വഞ്ചിയിൽ സ്വപ്ന സാക്ഷാത്കാരം എന്ന ലക്ഷ്യബോധവും മനസ്സിലേറ്റി മനസ്സാകുന്ന ജലാശയത്തിലൂടെ ദൂരമോ കാലമോ പ്രവചിക്കാനാകാത്ത മുൻവിധികളില്ലാത്ത യാത്ര. എന്നാൽ ഈ യാത്രയിൽ വീണ് കിട്ടുന്ന ചില സുന്ദര നിമിഷങ്ങളാണ് ജീവിതം സാർത്ഥകമാക്കുകയെന്ന് നാം അറിയണം. ജീവിതത്തിൽ പലപ്പോഴും ബഹുമുഖ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളുമൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. കുറേ സമയം അങ്ങനെ ചിലവഴിക്കേണ്ടി വരാം. ദൈനംദിന ക്രയവിക്രയങ്ങളിൽ എത്ര തിരക്കാണെങ്കിലും സ്നേഹസൗഹൃദങ്ങളും ബന്ധങ്ങളും കൈവിടാതിരിക്കുക. അല്ലെങ്കിൽ തിരക്കുകൾ കഴിഞ്ഞ് നാം തിരിച്ചു വരുമ്പോൾ ബന്ധപ്പെട്ടവരൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കണമെന്നില്ല. അവരൊക്കെ അവരുടെ പാട് നോക്കിപ്പോയാൽ നാം ജീവിതത്തിൽ ഒറ്റപ്പെടുകയും ജീവിതം ഏറെ ദുസ്സഹമാവുകയും ചെയ്യും. നമ്മുടെ ഏറ്റവും മോശമായ അവസ്ഥയിലും നമ്മെ സ്നേഹിക്കുന്ന ഹൃദയങ്ങളെയാണ് നാം തിരിച്ചറിയേണ്ടത്. അവ കണ്ടെത്തിയാൽ നാം ശരിയായ സ്നേഹം കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും ബലക്ഷയമായി തീരുന്ന സമയത്ത് താങ്ങാവുന്ന കൈ കണ്ടെത്തുക. ഏറ്റവും വിരൂപമായ നേരത്ത് നിങ്ങളെ കാണുന്ന കണ്ണുകൾ കണ്ടെത്തുക, മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവുകൾ. നാം റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ ചില സ്ഥാനങ്ങളിൽ അപശബ്ദങ്ങൾ കേൾക്കാറില്ലേ? എന്നാൽ അല്പം കൂടി മാറ്റം വരുത്തിയാൽ മനോഹരമായ രീതിയിൽ ശ്രവിക്കാൻ കഴിയും. ജീവിതവും അതുപോലെയാണ്. ചിലപ്പോൾ ചെറിയ ചില മാറ്റങ്ങൾ മതിയാകും ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുവാൻ. അത്തരം ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ അത്യുജ്വല നേട്ടങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്നതായിരിക്കും. ഇന്നു മുതൽ വരുത്തുന്ന ഗുണപരമായ ഒരു കൊച്ചു മാറ്റത്തിന് ജീവിതത്തിൽ മഹാപരിവർത്തനങ്ങൾ വരുത്താനാകും. ജീവിതം മനോഹരമാക്കുന്ന 10 കാര്യങ്ങൾ എന്ന ശീർഷകത്തിൽ വായിച്ച ഒരു കുറിപ്പ് പങ്കുവയ്ക്കാം. 1. സ്നേഹം. ജീവിതം അമൂല്യമാക്കുന്ന ഏറ്റവും പ്രധാന ഗുണവിശേഷമാണിത്. പലപ്പോഴും നാം അത് കണ്ടെത്തിക്കൊള്ളണമെന്നില്ല, പക്ഷേ അത് നിലവിലുണ്ട്. നമ്മുടെ ജീവിതത്തെ എപ്പോഴും നിയന്ത്രിക്കുവാൻ അതിന് കഴിയും. 2. സൗഹൃദം. ജീവിതത്തെ കൂടുതൽ ആനന്ദകരമാക്കാനും ക്രിയാത്മകമാക്കാനും നല്ല സൗഹൃദത്തിനാകും. പലപ്പോഴും പ്രതീക്ഷിക്കാത്ത സമയത്താണ് സൗഹൃദങ്ങൾ രൂപപ്പെടുക. ജീവിതത്തെ നന്മയുടെയും തിന്മയുടെയും വഴികളിലൂടെ നയിക്കുന്നതിലും സാമ്പത്തിക ഭദ്രതയിലേക്ക് ഉയർത്തുന്നതിലും നല്ല സൗഹൃദത്തിന് വലിയ പങ്കുണ്ട്. 3. സ്വയം അവബോധം. ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും അവബോധവും വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ജീവിതം അടയാളപ്പെടുത്തും. 4. ആരോഗ്യം. ആരോഗ്യം വളരെ പ്രധാനമാണ്. ആരോഗ്യമില്ലെങ്കിൽ ജീവിതം എല്ലാ അർത്ഥത്തിലും ദുസ്സഹമാകും. മരുന്നുകളും ആശുപത്രികളുമൊക്കെ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സ്വാസ്ഥ്യം കെടുത്തുന്നവയാണ്. 5. മാനസികാരോഗ്യം. ശാരീരികാരോഗ്യം പോലെ തന്നെയല്ല, അതിലും പ്രധാനമാണ് മാനസികാരോഗ്യം. സമാധാനവും ശാന്തിയുമുള്ള മനസ്സിലാണ് രചനാത്മകമായ ആശയങ്ങളും പദ്ധതികളുമൊക്കെ രൂപപ്പെടുക. 6. സുപ്രീം പവർ. നാം ഏത് മതത്തിൽ വിശ്വസിച്ചാലും നമ്മുടെയൊക്കെ പരിധിക്കപ്പുറമുള്ള ഒരു സുപ്രീം പവർ ഉണ്ടെന്നും അതാണ് കാര്യങ്ങൾ ശരിയായ രീതിയിൽ തീരുമാനിക്കുന്നതെന്നും കാണുവാനാകും. 7. പാഠങ്ങൾ. ജീവിതാനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് തിരുത്തി മുന്നോട്ടു പോകുന്നവർക്കാണ് ജീവിതം ആസ്വാദ്യകരമാവുക. 8. അതിരുകൾ. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അതിരും വരമ്പും നിശ്ചയിക്കുന്നത് വിജയകരമായ മുന്നേറ്റത്തിന് സഹായകമാകും. 9. സാഹസികത. ജീവിതത്തിൽ കഴിയുന്നിടത്തോളം കൊതിക്കുന്ന സാഹസികത പിന്തുടരുക. സാഹസികതയ്ക്ക് പ്രായമോ കാലമോ ഒന്നും തടസ്സമല്ല. ജീവിതം കൂടുതൽ രസകരവും ക്രിയാത്മകവുമാക്കാനാണ് സാഹസികത പ്രയോജനപ്പെടുക. 10. സ്വാതന്ത്ര്യം. സാമ്പത്തികവും സാമൂഹികവും വൈകാരികവുമായ സ്വാതന്ത്ര്യം ഓരോ വ്യക്തിയുടെയും ജീവിതം സവിശേഷമാക്കും. നമുക്ക് എന്തൊക്കെ കഴിവുകൾ ഇല്ല എന്നല്ല, ഉള്ള കഴിവുകൾ എന്തൊക്കെയാണ്, അവ പരമാവധി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് നാം ആലോചിക്കേണ്ടത്. ബുദ്ധിയും കഴിവുകളും വളർത്തിയെടുത്താൽ ക്രമേണ നമ്മുടെ ദൗർബല്യങ്ങളെ ഇല്ലാതാക്കാനും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ വിജയപൂർവ്വം അതിജീവിക്കാനും നമുക്ക് കഴിയും. ഓരോ വിജയവും ഓരോ പരാജയവും നമ്മുടെ ഉള്ളിലെ ശക്തി വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. നാം നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ ദൗർബല്യങ്ങളെ മുതലെടുത്തു എന്നും വരാം. നമ്മുടെ ജീവിതം മനോഹരമാക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് സന്തോഷവും വിജയവും യാഥാർത്ഥ്യമാവുക. വിജയമന്ത്രങ്ങൾ. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455526275 എന്ന വാട്സപ്പ് നമ്പറിലോ
ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.